പാരീസിലെ ഒളിമ്പിക്സ് കഴിഞ്ഞു. എല്ലാ തവണത്തെയും പോലെ ഈ പ്രാവശ്യം വലിയ വ്യത്യാസമൊന്നും ഉണ്ടായില്ല ഇന്ത്യയുടെ കാര്യത്തിൽ. 10 വിരൽ ഉണ്ടെങ്കിൽ അത് തികച്ചെണ്ണാനുള്ള ഒന്നും നമുക്കില്ല. പിന്നെ ഗുസ്തി ഇനത്തിലൊരു പുള്ളിക്കാർ പോയി 100 ഗ്രാം കൂടിപ്പോയെന്നൊക്കെ പറഞ്ഞ് പുറത്തായി, അങ്ങനെ വിവാദം ഉണ്ടായി. അതിനകത്ത് ഇവിടെ രാജ്യസ്നേഹികളായിട്ടുള്ള ഇന്ത്യക്കാർക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. ഇന്ത്യക്കാർക്കല്ല കേട്ടോ, ഹിന്ദുസ്ഥാനികൾക്ക്, ഭാരതീയർക്ക്, അതായത് സംഘ് പീപ്പിൾസിന് ഭയങ്കര സന്തോഷമായിരുന്നു അവർ പുറത്തായത്. അങ്ങനെയൊക്കെയാണ് തീർന്നത്. എന്തൊരു നാണക്കേടല്ലേ ലോകരാജ്യങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. നമ്മൾ ചൈനയൊക്കെ ആയിട്ടാണ് കമ്പയർ ചെയ്യുന്നത്. നമ്മളെ എമ്പൻ ശക്തിയാണ്, നമുക്ക് എന്തൊക്കെ സാധനമുണ്ട്, നമ്മൾ വലിയ സംഭവമാണെന്നാണ് പറയുന്നത്. ഒരു രക്ഷയില്ല. പക്ഷെ അവരുടെ മുമ്പിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ടിക്ടോക്ക് നിരോധിക്കുക, പബ്ജി നിരോധിക്കുക, ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പരിപാടികൾ നമ്മളെ കൊണ്ട് വരത്തുള്ളൂ. അത് മാത്രമേ നമ്മളെ കൊണ്ട് വരത്തുള്ളൂ. ഈവൻ അവരുടെ BYD കമ്പനിയുടെ കാർ ഇഷ്ടംപോലെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്. അതൊക്കെ ബിസിനസ്. ഒരു ടിക്ടോക്ക് നിരോധിക്കുന്നവരാണോ കാർ കമ്പനിയെ നിരോധിക്കുന്നത്? അല്ലേ? അതിവിടുത്തെ പൊട്ടന്മാരെ പിന്നെയും പറ്റിക്കാൻ വേണ്ടിയുള്ള ചില നീക്കങ്ങളുടെ ഭാഗമാണ് ഈ ടിക്ടോക്ക് നിരോധനം എന്നൊക്കെ പറയുന്നത്. എന്തൊക്കെ കാണിച്ചാലും നമ്മളൊന്നും അവരുടെ അടുത്തൊന്നും എത്തുകയില്ല, പറ്റത്തില്ല. കാരണം നമുക്ക് അതിനോടല്ല താല്പര്യം. നമ്മുടെ പരിപാടി ഈ കാണുന്ന പോലത്തെ പരിപാടികളൊക്കെയാണ്. കുണച്ചുണ്ട് ഇങ്ങനത്തെ ഡാൻസ്, അത് പിള്ളേർ തൊട്ട് വലിയവർ വരെ. പിന്നെ ഇങ്ങനെ ഡബ്മാഷ് ചെയ്യുക, ഡബ് ചെയ്ത് കാണിക്കുക ഓരോ ഡയലോഗിനൊക്കെ. അത് ആണുങ്ങളും പെണ്ണുങ്ങളൊക്കെ ഉണ്ട്. ആണുങ്ങളാണ് ക്യൂട്ട്നെസ് ഒക്കെ കാണിക്കുക, പെണ്ണുങ്ങളാണ് അവരുടെ എപ്പോഴും പെണ്ണുങ്ങളുടെ ഫോട്ടോ എപ്പോഴും മോളിൽ നിന്നാണ് ഹൈയാക്കളാണ്, നല്ല കണ്ണിങ്ങനെ ഉരുണ്ടിരിക്കുന്ന കാണത്തുള്ളൂ. അങ്ങനത്തെ പരിപാടി ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റം. അതാണ്. ഇതിനും വല്ല കോമ്പറ്റീഷൻ ഉണ്ട്, നമുക്ക് എൻ്റെ ഇഷ്ടം പോലെ മെഡൽ കിട്ടും. അല്ലാതെ ഒരു പരിപാടിക്കും കൊള്ളത്തില്ല. പാട്ട് പാടുക, കുഞ്ഞിപ്പിള്ളേരെ പിടിച്ചിട്ട് ഫ്ലവേഴ്സിലൊക്കെ കാണുന്ന പോലെ പാട്ട് പാടുന്ന പരിപാടി. എന്നിട്ട് അവൻ്റെ സംഗതി അവിടെ വന്നില്ല എന്നൊക്കെ പറഞ്ഞ കുറേ ജഡ്ജസ്. എന്നിട്ട് ഇതിന് മാത്രം പാട്ടുകാരെ ഇവിടെ ഉണ്ടാക്കിയെന്നുള്ള കാര്യമാണ് സംശയം. ഈ പരിപാടിയൊക്കെ നടത്തിയിട്ട് ലോകം അറിയുന്ന പാട്ടുകാർ വളരെ കുറവാണ് ഇന്ത്യയിലൊക്കെ. ലോകം അറിയുന്ന പാട്ടുകളും വളരെ കുറവാണ്. ഇന്ത്യയിലെ പാട്ട് അതും ഇല്ല, അതിനകത്ത് ശോഭിക്കുന്നില്ല. ഇതിനൊക്കെ ഇവിടെ ആർക്കാ സമയം? നമ്മളിവിടെ ഭൂരിഭാഗം സമയത്ത് നമ്മുടെ മതമാണോ നിന്റെ മതമാണോ നല്ലത്? അവിടെ എവിടെയെങ്കിലും കുഴിച്ചാൽ ലിംഗം കിട്ടുമോ? പള്ളി വിളിച്ച് അമ്പലം പണിയണോ? അതോ അമ്പലം വിളിച്ച് പള്ളി പണിയണോ? പർദ്ദ ഇട്ടുകൊണ്ട് ഡാൻസ് കളിക്കാവോ? പർദ്ദ ഇടാതെ ഡാൻസ് കളിക്കാവോ? പിന്നെ വേറെന്താ? കോളേജിലും സ്കൂളിലും നിസ്കാരമുറിയാണോ അത്യാവശ്യം, അതോടെ ലാഭമാണോ എന്നുള്ള കാര്യത്തിലൊക്കെ നമ്മൾ വലിയ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. നമുക്കതൊക്കെ പറ്റത്തുള്ളൂ. നമ്മുടെ പ്രശ്നം അതാണ്. ഷെക്കാരി റിച്ചാർഡ്സനൊക്കെ ഓടുന്ന വീഡിയോ ഒക്കെ ഇന്ത്യക്കാരൊക്കെ ഒരുപാട് പേരെടുത്ത് സ്റ്റാറ്റസ് ഇട്ടുണ്ട്. കാരണം അവരെ കാണാനൊരു ഭംഗിയുണ്ട്, പിന്നെ അവർ നല്ലപോലെ പെർഫോം ചെയ്ത ഒരാളും കൂടെയാണ്. നമുക്കതേ പറ്റത്തുള്ളൂ. ഒരു അമേരിക്കൻ യുവതി ഓടുന്ന വീഡിയോ എടുത്ത് നമ്മൾ സ്റ്റാറ്റസ് ഇടും. നമുക്കങ്ങനെ ഒരു കാര്യം ചെയ്യാനില്ല. നമുക്കങ്ങനെ പരിപാടിയേ ഇല്ല. ക്രിക്കറ്റാണ് അവിടുത്തെ പ്രധാന ഗെയിം. ഒരു കാര്യവും ഇല്ല. ഇനി അടുത്ത ഒളിമ്പിക്സ് എവിടെയാണ്? ലാസ് വെഗാസിലാണെന്ന് തോന്നുന്നു. അവിടെ ഇപ്പോൾ ക്രിക്കറ്റ് ഒരു മത്സരമായിട്ടുണ്ടായിരിക്കും എന്നാണ് പറയുന്നത്. അത് ചിലപ്പോൾ മെഡലും കിട്ടിയാലായി, ചിലപ്പോൾ എന്നേ ഉള്ളൂ കേട്ടോ. കാരണം നമ്മുടെ ക്രിക്കറ്റ് ടീം അങ്ങനെ ആവശ്യമുള്ള സമയത്ത് അവർ ഉണരത്തൊന്നുമില്ല. അവർ 2020 ഹീറോസാണ്. വേൾഡ് കപ്പിലൊക്കെ തോക്കും. പിന്നെ ആ ഒളിമ്പിക്സിൽ ഓസ്ട്രേലിയ ഇല്ലാതായിരിക്കണം എന്നൊരു കാര്യം കൂടെ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു വലിയ പ്രതീക്ഷയൊന്നും ഇല്ല. ചിലപ്പോൾ കിട്ടിയേക്കും. എന്തോ ചെയ്യാനാന്ന് പറ. അല്ല, നിങ്ങൾ ഈ മെഡലിസ്റ്റ് ഒന്ന് നോക്കിയേ. അതൊരു കോമഡി അല്ലേ? നിങ്ങൾ വേറെ ഗൂഗിൾ എടുത്തിട്ടേ ഒളിമ്പിക്സിലെ മെഡൽ പട്ടിക എന്താണെന്ന് നോക്കി കഴിഞ്ഞാണ്ടല്ലോ, അമേരിക്ക, ചൈന, ഫ്രാൻസ് എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഇന്ത്യ അവസാനത്തെയാണ്. നമുക്കത് പെട്ടെന്ന് കാണാൻ വേണ്ടിയായിരിക്കും അവരിങ്ങനെ മോള് കയറി ഇട്ടേക്കുക. നാണം കെട്ട പരിപാടി. ഗവൺമെൻറ് പൈസ മുടക്കുന്ന ചൈന പറയും, പൈസയൊക്കെ മുടക്കുന്നുണ്ട്. പക്ഷെ ഒരു കാര്യവുമില്ല. അവർക്കൊന്നും വലിയ ഇൻട്രസ്റ്റ് ഉള്ള കാര്യമല്ല. ഇവിടെ എങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാം, ഭരണം പിടിച്ച് മേടിക്കാം, മാക്സിമം ആൾക്കാരെ എങ്ങനെ ഊമ്പിക്കാം, ഇങ്ങനെയുള്ള കാര്യത്തെ പറ്റിയാണ് ചർച്ച. നേരത്തെ സ്പോർട്സ് കോട്ടയിലുള്ള പിള്ളേർക്ക് ഗവൺമെൻറ് ജോലി കിട്ടുന്ന പരിപാടിയൊക്കെ ഉണ്ടായത്. ഇപ്പോൾ അതില്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് കുട്ടികൾ വല്ലോട്ട് വരാൻ താല്പര്യമില്ല. പിന്നെ അത് വലിയ ഭയങ്കര ട്രെൻഡിങ് സാധനമാണെന്ന് അവർ കരുതുന്നില്ല. ട്രെൻഡിങ് എന്ന് പറഞ്ഞാൽ ഷോർട്സിൽ കിടന്ന് ഡാൻസ് കളിക്കുക, ഇങ്ങനെ കാണിക്കുക, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പിള്ളേർക്കും അതിനോട് താല്പര്യമില്ലെന്ന് തോന്നുന്നു. അതൊക്കെ ഉണ്ടേ. എന്നാലും ഇളിഞ്ഞ അവസ്ഥയാണ് കേട്ടോ. അപ്പം ഇത് കണ്ടോണ്ടിരുന്ന ആൾക്കാർക്ക്, ചില ആൾക്കാർക്കെങ്കിലും ചെറിയ സംശയം തോന്നായിരിക്കും, നീ എന്നാ കാണിച്ചു, നീ ഒളിമ്പിക്സ് പോയോ, നിനക്ക് എന്നാ ചെയ്യാൻ മേല, നീ ഇന്ന് വീഡിയോ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയല്ലേ എന്നത്. ഐ ആം ഫക്കിങ് എഡ്യൂക്കേറ്റിംഗ് യു ബിച്ച്. അതെൻ്റെ പേര്, എൻ്റെ വഴിക്ക്, എൻ്റെ രീതിയിൽ. അതാണ് ഞാൻ ട്രൈ ചെയ്തത് കേട്ടോ. ശരി എന്നാ.